നമസ്കാരം. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി അദ്ദേഹത്തിന് ഇപ്പോൾ സ്മാരകം പണിയാനായി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്ഥലം നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് പ്രണബ് കുമാർ മുഖർജി. കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം 2012 മുതൽ 2017 വരെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു. 2020 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ ഇപ്പോൾ അദ്ദേഹത്തിന് സ്മാരകം പണിയാനായി സ്ഥലം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവായിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് എടുത്ത തീരുമാനപ്രകാരം മുൻ പ്രധാനമന്ത്രിമാർ, മുൻ പ്രസിഡന്റുമാർ, മുൻ ഉപരാഷ്ട്രപതിമാർ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇവരെ അടക്കം ചെയ്യുന്നതിനും ഇവരുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനും സ്മാരകം പണിയുന്നതിനുമായി ദില്ലിയിൽ നീക്കി വച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തായിരിക്കും ഇനി ഭാവിയിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിമാരോ അതുപോലെ തന്നെ പ്രസിഡന്റുമാരോ ഉപരാഷ്ട്രപതിമാരോ മരിച്ചാൽ അവർക്ക് ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനും സ്മാരകം പണിയുന്നതിനുമുള്ള സ്ഥലം അനുവദിക്കുക. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ പ്രണബ് കുമാർ മുഖർജിക്ക് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ ഇപ്പോൾ സ്മാരകം പണിയാനായി കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. പ്രണബ് കുമാർ മുഖർജിയുടെ മകളും പ്രശസ്ത കഥക് നർത്തകിയുമായ ശർമിഷ്ഠ മുഖർജി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് തൻ്റെ സന്ദർശനം പ്രധാനമന്ത്രിയെ നന്ദി അറിയിക്കാൻ വേണ്ടിയായിരുന്നു. തൻ്റെ പിതാവ് പ്രണബ് കുമാർ മുഖർജിക്ക് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഒരു സ്മാരകം പണിയാനായി സ്ഥലം അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ശർമിഷ്ഠ മുഖർജി എഴുതിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ശർമിഷ്ഠ എഴുതിയിരിക്കുന്നത് താൻ ആവശ്യപ്പെടാതെയാണ്, താനോ കുടുംബമോ ആവശ്യപ്പെടാതെയാണ് ഇപ്പോൾ പ്രണബ് കുമാർ മുഖർജിക്ക് കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. അത് പ്രണബ് കുമാർ മുഖർജിയുടെ ദർശനങ്ങളുമായി ഒത്തുചേരുന്നതാണ്. അതായത് പ്രണബ് മുഖർജി എപ്പോഴും പറയുമായിരുന്നു, രാഷ്ട്രത്തിൻ്റെ ആദരവ് അത് ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് നൽകപ്പെടേണ്ടതാണ്, വാഗ്ദാനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പലപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്മാരകം പണിയാനായി താൻ ഇതുവരെയും കേന്ദ്ര സർക്കാരിനോട് സ്ഥലം ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്മാരകം പണിയാനുള്ള ഉചിതമായ സ്ഥലം നൽകിയിരിക്കുന്നു. ഇതിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും അവസാനിക്കില്ല. തനിക്ക് നന്ദി പറയാനായി വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് ശർമിഷ്ഠ മുഖർജി തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കുറിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക താല്പര്യമെടുത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിൽ 2012 മുതൽ 2017 വരെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിത്വമാണ് പ്രണബ് കുമാർ മുഖർജി. എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം ഒഴിവാക്കാനും അപമാനിക്കാനും അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസും നെഹ്റു കുടുംബവും ശ്രമിച്ചു എന്ന ആരോപണം ശർമിഷ്ഠ മുഖർജി പല അവസരങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിച്ചില്ല എന്ന ഒരു വിവാദം കോൺഗ്രസ് സൃഷ്ടിച്ചപ്പോൾ ശർമിഷ്ഠ പറഞ്ഞത് തൻ്റെ പിതാവിനെയും കോൺഗ്രസ് ഈ രീതിയിൽ അപമാനിച്ചിരുന്നു. അതായത് അന്ന് കോൺഗ്രസിൻ്റെ തീരുമാനമെടുക്കാനുള്ള ഏറ്റവും ഉന്നതമായ സമിതിയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പോലും ചേർന്നില്ല, ഒരു അനുശോചനം അറിയിച്ചില്ല. വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് ഒരു അനുശോചനം പോലും അറിയിച്ചില്ല എന്നാണ് ശർമിഷ്ഠ മുഖർജി വെളിപ്പെടുത്തിയത്. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലായിരുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന വ്യക്തിത്വമാണ്. മാത്രമല്ല പലതവണ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും ഒടുവിലായി രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ്. ഈ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി മരിച്ചപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ ഔദ്യോഗികമായ ഉന്നതമായ സമിതി യോഗം ചേർന്ന് ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താത്തത് എന്ന വിവരം അന്ന് ശർമിഷ്ഠ വെളിപ്പെടുത്തിയത്. ഇത് അന്ന് തന്നെ പല നേതാക്കന്മാരോടും താൻ ഉന്നയിച്ചിരുന്നു. പക്ഷെ അവർ അതിന് ന്യായീകരണമായി പറഞ്ഞത് ഇദ്ദേഹം പ്രസിഡന്റാണ്, പ്രസിഡന്റുമാർ മരിച്ചാൽ അങ്ങനെ ചെയ്യാറില്ല എന്നായിരുന്നു. പക്ഷേ KR നാരായണൻ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി കൂടുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ശർമിഷ്ഠ തന്നെ വെളിപ്പെടുത്തുന്നു. ശർമിഷ്ഠയ്ക്ക് ഇക്കാര്യം അറിയാം
അറിയാവുന്നത് ഈ അനുശോചന സമ്മേളനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും വഹിച്ചത് അവരുടെ പിതാവായ ഈ പ്രണബ് കുമാർ മുഖർജിയാണ് എന്നുള്ളതാണ്. എന്നായാലും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ശർമ്മിഷ്ഠ മുഖർജി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രണബ് കുമാർ മുഖർജിയുടെ സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചതിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.